നെഹ്റുവിന്റെ ഭരണകാലത്ത് രാജ്യത്തെ ഒരു പ്രധാനപ്പെട്ട ദിവ്യൻ അദ്ദേഹത്തെ കാണുവാനായി പ്രധാനമന്ത്രിയുടെ ഓഫീസിലെത്തി. ഈ ദിവ്യന്റെ അത്ഭുത പ്രവൃത്തികളിൽ ആകൃഷ്ടനായ നെഹ്റുവിന്റെ സെക്രട്ടറി നെഹ്റുവിനോട് ഇങ്ങനെ പറഞ്ഞു: അന്തരീക്ഷത്തിൽ നിന്നും ലഡുവും ജിലേബിയും വിഭൂതിയും മറ്റും സൃഷ്ടിക്കുന്ന മഹാത്മാവാണ് അദ്ദേഹം. നെഹ്റു പറഞ്ഞു: തീർച്ചയായും ഞാൻ അദ്ദേഹത്തെ കാണാം. ആ മൈതാനത്തിലേക്ക് മാറി നിന്ന് അരിയും ഗോതമ്പും അന്തരീക്ഷത്തിൽ നിന്ന് സൃഷ്ടിച്ചെടുക്കാൻ പറയൂ. എന്റെ രാജ്യത്തെ ദരിദ്രർക്ക് അതൊരു അനുഗ്രഹമാകുമല്ലോ. ജവഹർലാൽ നെഹ്റു എന്നൊരാൾ ഈ രാജ്യത്ത് ജീവിച്ചിരുന്നുവെന്ന് കോൺഗ്രസ് നേതാക്കളെ ഓർമ്മിപ്പിച്ചുവെന്ന് മാത്രം. ഇനി ഈ അടുത്ത ദിവസം കണ്ട മറ്റൊരു വാർത്തയിലേക്ക്. രാജ്യം കഴിഞ്ഞ ദിവസങ്ങളിൽ ഞെട്ടലോടെ ചർച്ച ചെയ്ത ഹാത്രാസ് ദുരന്തം. 121 പേർ മരിച്ച ദുരന്തമുണ്ടായത് ആൾദൈവം ഭോലെ ബാബ ചവിട്ടിയ മണ്ണ് ശേഖരിക്കാനുള്ള തത്രപ്പാടിനിടെ. ആൾദൈവത്തിന്റെ കാലിന് ചുവട്ടിലുള്ള മണ്ണ് എല്ലാ ദുരിതങ്ങൾക്കുമുള്ള സൗഖ്യമാകുമെന്ന് വിശ്വസിച്ച ജനതയെ നോക്കി കേരളം പുരോഗമനത്തിന്റെ ഗീതങ്ങൾ പാടി. ദുരന്ത മണ്ണിലേക്ക് ഓടിയെത്തിയ രാഹുൽ ഗാന്ധി ഉത്തരവാദിത്തത്തിന്റെ ചുമതല UPA സർക്കാർ ഏറ്റെടുക്കണമെന്ന് പറഞ്ഞു. ഈ സമയം രാഹുൽ ഗാന്ധിയുടെ കേരളത്തിലെ കോൺഗ്രസ് ഇനി ആർക്കെതിരെ കൂടോത്രം പ്രയോഗിക്കണമെന്ന ചർച്ചയിലായിരുന്നുവെന്ന് രാഹുൽ ഗാന്ധി ഒരുപക്ഷെ ഇപ്പോഴും അറിഞ്ഞിട്ടുണ്ടാകില്ല. ഒരു MPയുടെ നേതൃത്വത്തിൽ മറ്റൊരു MPയുടെ വീട്ടിൽ നിന്നും കൂടോത്രം കുഴിച്ചെടുക്കുമ്പോൾ, കൂടോത്രം കാരണം ഉയിര് പോകാതിരുന്നത് ഭാഗ്യമെന്ന് അതിലൊരാൾ നെടുവീർപ്പിടുമ്പോൾ, കൂടോത്രത്തിന്റെ ശക്തിയിൽ തലയ്ക്കും കാലിനുമൊക്കെ പ്രശ്നമുണ്ടെന്ന് വിലപിക്കുമ്പോൾ, ഈ പ്രസ്ഥാനത്തെ തന്നെ പരുവപ്പെടുത്തിയ പ്രമുഖനായ നെഹ്റു ഇന്ന് ജീവിച്ചിരിക്കാത്തത് ഭാഗ്യമെന്നല്ലാതെ എന്തു പറയാൻ? നെഹ്റുവിനെ തന്നെ മറന്ന കോൺഗ്രസുകാരോട് നെഹ്റുവിന്റെ സയന്റിഫിക് ടെമ്പറിനെ കുറിച്ചൊക്കെ പറഞ്ഞാൽ അതൊരൽപ്പം അതിരുകടക്കുമെന്ന് ഉറപ്പുള്ളതിനാൽ ഒന്നും മിണ്ടുന്നില്ല.